ഹലോ, അസ്സലാമലൈക്കും. അങ്ങനെ നേരം വെളുത്ത് ജനലും വാതിലൊക്കെ നമ്മൾ തുറന്നിട്ടു. നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് പായെല്ലാം മടക്കി വെച്ച് നമ്മളിനി അടുക്കളയിലേക്ക് പോകുകയെന്ന്. അടുക്കളയിൽ നമുക്ക് കുറച്ച് പാല് ചൂടാക്കാനുണ്ടായിരുന്നു. മോനും വേണ്ടിയിട്ടാണ് പാല്. അയിമൻ എന്നാണ് അവൻ്റെ പേര്. അയിമന് വേണ്ടിയിട്ടുള്ള പാല് നമ്മളിവിടെ ചൂടാക്കി നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയെന്ന്. അങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് ഇനി നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കണം. രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചതാണ്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. രാവിലെ തന്നെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ വല്ല തലവേദനയാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നമ്മൾ പാലും പഞ്ചസാര വെള്ളമൊക്കെ ഒഴിച്ച് ചായ തിളച്ചപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് അരിച്ചു. ഇനി നമ്മൾ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയെന്ന്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പൂരിയാണ്. നമ്മൾ പൂരിയെല്ലാം ഒരു പാത്രത്തിലേക്ക് പരത്തിയെടുക്കുന്നുണ്ട്. അതൊക്കെ മുഴുവൻ പൂരി ഇതിലേക്ക് പരത്തിയെടുത്ത് നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമ്മൾക്കിത് ചുട്ടെടുക്കണം. അങ്ങനെ എല്ലാ പൂരിയും നമ്മൾ ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുള്ളത് കൊണ്ട് അതും കൂടി ചൂടാക്കിയിട്ട് നമ്മളിത് കഴിക്കുന്നു. മോളെ ഭർത്താവിന് പൂരിയും ചിക്കൻ കറിയും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് റോട്ടി ഉള്ളിക്കൊക്കെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാനും മോളും എല്ലാം ഒരുമിച്ചിരുന്നു പൂരിയും ചിക്കൻ കറിയെല്ലാം കൂട്ടി കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു നമുക്ക്, അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചു. പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. മോൻ നമ്മളെ കൂടെ ഇരിക്കാൻ നിന്നിട്ടൊന്നുമില്ല, ഉപ്പാൻ്റെ കൂടെ തിന്നെന്നും പറഞ്ഞിട്ട് ഓൻ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറേ സ്ഥലത്ത് അടിച്ചു വരാനുണ്ട്. റൂമും ഹാളും സീറ്റായിട്ടും എല്ലാം തന്നെ അടിച്ചു വരാനുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരിയെടുത്തു. എല്ലാ സ്ഥലവും നമ്മൾ നന്നായിട്ട് അടിച്ചു വാരിയെടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോനും മോളെ ഭർത്താവും എല്ലാം ഒരുമിച്ചിരുന്ന് റോട്ടിയും ഉള്ളിക്കൊക്കെ എല്ലാം അവരെല്ലാം കൂടി കഴിച്ചു. മോന് കറി വേണ്ടാന്നിട്ട് ഭയങ്കര വാശിയാണ്. മോള് കുറേ വഴക്ക് പറഞ്ഞ് കുറച്ച് കറിയൊക്കെ ഒഴിച്ച് കൊടുത്തു. ഓന് തിന്നാൻ ഭയങ്കര മടിയാണ് അയിമന്. അങ്ങനെ പാലും പത്തിരിയെല്ലാം കൂട്ടി അവനും കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും തുടക്കാനുണ്ടായിരുന്നു. നമ്മളെ റൂമും ഹാളും സെറ്റിട്ട് എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തു. കുറേ തിരുമ്പാനുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയായതുകൊണ്ട് മുറ്റടിക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഇഷ്ടം പോലെ തുണി തിരുമ്പാനുള്ളതുകൊണ്ട് മഴക്കാലത്ത് നിങ്ങൾക്കറിയാലോ, ഒന്നത് തിരുമ്പാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഉണങ്ങൂല്ല. അങ്ങനെ എല്ലാ തുണികളും തിരുമ്പിയെടുത്ത് മേലെ കൊണ്ടുവന്ന് ടെറസിൻ്റെ മുകളിലാണ് നമ്മളെല്ലാം ഇട്ടത്. ഉണങ്ങാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും എല്ലാം തന്നെ ഇവിടെ ആറിയിട്ടു. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തുണിയും ആറിയിട്ടു. ഇനി നമ്മൾ താഴെ വന്ന് നമുക്ക് അടുക്കളയൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു. ചോറൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി ആകോല നമുക്ക് കിട്ടിയത്, അത് നമ്മൾ പൊരിക്കാനായിട്ട് വെച്ചു. എല്ലാം ഇത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ നമ്മളിതിലൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ചങ്ങായി വന്നത്. നാടൻ മുട്ടയും നാടൻ വടക്കയും ഓള് കൊണ്ടുവന്ന് നമുക്കതൊക്കെ വാങ്ങാനായി പോയി. അപ്പോൾ നമ്മളിത് നാടൻ വടക്കയെ പൊരിച്ചിട്ട് എൻ്റെ ചെറിയ മോളാണ് കറിയൊക്കെ വെച്ച് തേങ്ങ അരച്ചിട്ട് നല്ല അടിപൊളി കറിയൊക്കെ അവൾ വെച്ചു. അങ്ങനെ വെണ്ടക്ക പൊരിച്ചതും മീൻ പൊരിച്ചതും മീൻ കറിയും എല്ലാം കൂട്ടി നമ്മൾ ഉച്ചക്കൊക്കെ ഇതാണ് നമ്മളിത് സ്പെഷ്യൽ. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ചോറൊക്കെ കഴിച്ച് മോളും മോളെ കുട്ടിയും ഞാനും എല്ലാം ഒരുമിച്ചിരുന്ന് നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.